ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത സെല്ലോഫെയിൻ ഷീറ്റ്സ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ 3 ഡിഫറെൻറ്റ് വേയിലാണെന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് ബിഗിന്നേഴ്സ് ആണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ എങ്ങനെ സെല്ലോഫെയിൻ ഷീറ്റ്സ് കട്ട് ചെയ്യാം, അതുപോലെ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ എങ്ങനെ അധികം വേസ്റ്റ് വരാതെ ഒരു സെല്ലോഫെയിൻ ഷീറ്റ് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ കട്ട് ചെയ്യാം, അതുപോലെ ബൾക്കായിട്ട് കോൺസ് ഉണ്ടാക്കുമ്പോൾ കുറേ അധികം സെല്ലോഫെയിൻ ഷീറ്റ്സ് എങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യാമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഫസ്റ്റ് ഞാനിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ടൈപ്പ് സെല്ലോഫെയിൻ ഷീറ്റിൻ്റെ തിക്നെസ് ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് കൂടുതലും 30 മൈക്രോൺസിൻ്റെ അടിയിലും അതുപോലെ 40 മൈക്രോൺസിൻ്റെ റേഞ്ചിലുമായിട്ടാണ് സെല്ലോഫെയിൻ ഷീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിക്കുന്നത് 30 മൈക്രോൺസിൻ്റെ അടിയിലുള്ള സെല്ലോഫെയിൻ ഷീറ്റ്സ് ആണ്. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ചിലർക്ക് 40 മൈക്രോൺസിലുള്ള സെല്ലോഫെയിൻ ഷീറ്റിനെക്കാട്ടി ഈ 30 മൈക്രോൺസിലുള്ള ഷീറ്റ് കൊണ്ട് റോൾ ചെയ്തിട്ടുള്ള കോൺസാണ് യൂസ് ചെയ്യാൻ ഇഷ്ടം. അതിപ്പോൾ നമ്മൾ 2 ടൈപ്പും യൂസ് ചെയ്താലാണ് നമുക്ക് ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ എന്ന് മനസ്സിലാവുക. ഇതാണ് 40 മൈക്രോൺസിലുള്ള ഷീറ്റ്. നമുക്ക് കാണുമ്പോൾ ഒരേപോലെ തോന്നുന്നെങ്കിലും ഒന്ന് തൊട്ട് നോക്കിയാലും മനസ്സിലാവും കുറച്ചും കൂടെ കട്ടിയുള്ള ഷീറ്റാണ്. ചില ആർട്ടിസ്റ്റുകൾക്ക് കൂണ് പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ഈ സെല്ലോഫെയിൻ ഷീറ്റ്സ് വെച്ചിട്ടാണ് കൂണ് റോൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 2 തിക്നെസ്സിലുള്ള സെല്ലോഫെയിൻ ഷീറ്റ്സ് ആണ് നമ്മൾ കൂൺസ് റോൾ ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇനി സെല്ലോഫെയിൻ ഷീറ്റ്സ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ബിഗിന്നേഴ്സിന് എളുപ്പത്തിൽ തന്നെ കോണ് റോൾ ചെയ്യാനും അതുപോലെ ഫില്ല് ചെയ്യാനും സീൽ ചെയ്യാനും ഒക്കെ എളുപ്പമുള്ള രീതിയിൽ എങ്ങനെ കട്ട് ചെയ്യാനാണ് കാണിക്കുന്നത്. ഒരുവിധം എല്ലാ ഷീറ്റ്സിൻ്റെയും ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചസും അതുപോലെ വിഡ്ത്ത് വരുന്നത് 18 ഇഞ്ചസും ആണ്. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് 12 ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഷീറ്റും 8 × 4.5 ഇഞ്ചസ് കിട്ടും. പിന്നെ ഒരു ഷീറ്റായിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് കുറച്ചധികം ഷീറ്റ്സ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ബിഗിന്നേഴ്സ് കിറ്റിന് 15 ഷീറ്റ്സ് വെച്ചിട്ടാണ് അയച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 15 ഷീറ്റ്സ് ഒരുമിച്ച് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ 24 ഇഞ്ചസുള്ള സെല്ലോഫെയിൻ ഷീറ്റ്സ് 3 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഇഞ്ചസിൻ്റെ അവിടെയും അതുപോലെ 16 ഇഞ്ചസിൻ്റെ അവിടെയാണ് ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഈ ഷീറ്റിൽ കറക്റ്റ് ആ ഭാഗത്ത് തന്നെയായിട്ട് ക്രീസസ് വരുന്നുണ്ട്. അപ്പോൾ ആ ക്രീസിൻ്റെ നേരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ചില കടകളിൽ അവർ മടക്കി വെക്കുന്നതിലുള്ള വ്യത്യാസം കാരണം കറക്റ്റ് ഈ ഭാഗങ്ങളിൽ തന്നെ ക്രീസ് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ 8ഉം 16 ഇഞ്ചസും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് കൂടുതലും നല്ലത്. പിന്നെ കട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തെ സ്റ്റേഷനറി കട്ടർ നൈഫാണ്. ഇതില്ലെങ്കിൽ കത്രിക ആയാലും മതി. പക്ഷേ ഈ നൈഫാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഷീറ്റ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരുമിച്ച് എടുത്തിട്ടുള്ള 15 ഷീറ്റും ആ ക്രീസിൻ്റെ അവിടെ തന്നെ മടക്കിയിട്ട് പിന്നെ ഈ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കൈ അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം വേഗം കട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതിപ്പോൾ 15 ഷീറ്റ്സ് ഉണ്ടെങ്കിലും വളരെ തിന്നായിട്ടുള്ള കാരണം ഷീറ്റ്സ് തമ്മിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ക്രീസിലേക്കും ഷീറ്റ് മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് 3 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഓരോ പീസും നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പീസ് നമ്മളൊന്നും കൂടെ പകുതിയാക്കുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന 2 പീസ് നമ്മൾ പിന്നെയും പകുതിയാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സെല്ലോഫെയിൻ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ 12 പ്രീ കട്ട് ഷീറ്റാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ 15 ഷീറ്റ് ഒരുമിച്ചെടുത്തിട്ടുള്ള കാരണം മൊത്തം നമുക്ക് 12 × 15 180 പ്രീ കട്ട് ഷീറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത്രയും തന്നെ കോൺസും ഉണ്ടാക്കാം. അപ്പോൾ 15 സെല്ലോഫെയിൻ ഷീറ്റ്സിൽ നിന്ന് നമുക്ക് 180 കോൺസ് ഉണ്ടാക്കാനുള്ള പ്രീ കട്ട് ഷീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ നിന്നൊരു പ്രീ കട്ട് ഷീറ്റ് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഒരു പ്രീ കട്ട് ഷീറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചസും അതുപോലെ വിഡ്ത്ത് വരുന്നത് 4.5 ഇഞ്ചസുമാണ്. അപ്പോൾ ഈ സൈസിൽ ഷീറ്റ് വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കോണ് റോൾ ചെയ്തെടുക്കാം. ഇനി കോൺസ് ഉണ്ടാക്കിയിട്ട് നല്ല പരിചയമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഷീറ്റ് കട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഷീറ്റ് 3ന് പകരം 4 ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രീ കട്ട് ഷീറ്റിൻ്റെ ലെങ്ത്ത് വരെ 6 ഇഞ്ചസാണ്. പക്ഷെ അത് ഭയങ്കര ചെറുതായി പോകും. നമ്മൾ ബിഗിന്നേഴ്സ് ആണെങ്കിൽ അങ്ങനെ കോണ് റോൾ ചെയ്യാനും ഫില്ല് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കയറ്റിയിട്ട് ഒരു 6.5 ഇഞ്ചസിൻ്റെ അവിടെയാണ് ഫസ്റ്റത്തെ കട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് ഷീറ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് മുകളിലും താഴെയും അലൈൻ ചെയ്ത് കൊടുക്കുക. രണ്ടും സ്ട്രെയിറ്റ് ലൈനായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ ഫസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പീസ് ഞാൻ കട്ട് ചെയ്യുന്നത് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ് റെഫറൻസ് കൊടുത്തിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്കെയിലും മാർക്കറൊക്കെ എടുത്തിട്ട് കറക്റ്റ് 6.5 ഇഞ്ചസിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് പോവാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിലും അതുപോലെ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെക്കൻഡ് പീസാണ് റെഫറൻസ് കൊടുക്കുന്നത്. നമുക്ക് എക്സസ് വന്നിട്ടുള്ള ഭാഗം മടക്കി കൊടുത്തിട്ട് ആ സൈഡിൽ കൂടെ കട്ട് ചെയ്യാണ് കുറച്ചും കൂടെ എളുപ്പം.
അങ്ങനെ നമുക്ക് 3 ഈക്വൽ സൈസിലുള്ള ഷീറ്റുകളും പിന്നെ വേറൊരു ചെറിയ സൈസിലുള്ളൊരു ഷീറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. ബാക്കി 3 ഷീറ്റും നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഓരോ ഷീറ്റും 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഷീറ്റിൻ്റെ നീളവും വീതിയും 6.5 ഇഞ്ചസും 4.5 ഇഞ്ചസുമാണ്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ് അല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ കോൺ റോൾ ചെയ്യാനും അതുപോലെ ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ലീക്ക് ആവാത്ത രീതിയിൽ തന്നെ സീൽ ചെയ്യാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി പീസസും 4 ആക്കി ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് 12 പീസസ് കിട്ടിയിട്ടുണ്ടാവും. ഇനി എക്സസ് വന്നിട്ടുള്ള പീസ് നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6 ഇഞ്ച് ലെങ്ത്തും 4.5 ഇഞ്ച് വെടുത്തുമുള്ള 3 പീസസും കൂടെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സൈസിനെക്കാട്ടി കുറവാണെങ്കിലും അത്യാവശ്യം കോൺ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ ഈ സൈസിലുള്ള സെല്ലോഫെയിൻ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തന്നെ കോൺ റോൾ ചെയ്തെടുക്കാം. നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ സൈസിൽ തന്നെ എല്ലാ സെല്ലോഫെയിൻ ഷീറ്റ്സും കട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു ഷീറ്റിൽ നിന്ന് 16 പീസസാണ് കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ 15 പീസസും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് ഒരു കോൺ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഷീറ്റ് നെയിൽ കോൺസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ നെയിൽ കോൺസ് ഉണ്ടാക്കിയിട്ട് സെയിലാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 30 ഗ്രാം വെയിറ്റുള്ള ഓർഗാനിക് ഹെന്ന കോൺ നമുക്ക് ഈ കോണിൽ നിന്ന് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ഹെന്ന കോൺസ് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഇതുപോലത്തെ ഒരു പേപ്പർ കട്ടിംഗ് മാറ്റ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചസും എടുത്ത് വരുന്നത് 18 ഇഞ്ചസുമാണ്. ശരിക്കും സെല്ലോഫെയിൻ ഷീറ്റിൻ്റെ സൈസിന് നമുക്ക് കുറച്ചും കൂടെ വലിയ മാറ്റ് വേണം. എന്നാലും ഇതിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ചൊരു 30 ഷീറ്റ്സ് എടുത്ത് കട്ട് ചെയ്യാൻ പറ്റും. ഈ മാറ്റിൽ തന്നെ നമുക്ക് മാർക്കിങ്സ് വരുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പേപ്പർ കട്ട് നൈഫ് വെച്ചിട്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് മാറ്റുള്ള കാരണം താഴത്തെ സർഫസിൽ എന്തായാലും ഈ കത്തിയുടെ മാർക്കൊന്നും വരുന്നില്ല. അപ്പോൾ കുറച്ച് പ്രഷർ അധികം കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് 15 ഷീറ്റ് വെച്ചിട്ടുള്ള 3 പീസസ് കിട്ടിയിട്ടുണ്ട്. കട്ടിംഗ് മാറ്റുള്ള കാരണം ഈ 3 ഷീറ്റും മുകളിലേക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് പകുതിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 19 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇത് പകുതിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 9.5 ഇഞ്ചസിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത കട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ക്രാപ്പ് ബുക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ചും കൂടി എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സെല്ലോഫെയിൻ ഷീറ്റിൻ്റെ വലിയ സൈസിലുള്ള പേപ്പർ കട്ടർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത കട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഹാഫും ഒന്നും കൂടെ പകുതിയാക്കി എടുക്കുക. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രീ കട്ട് ഷീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോണുണ്ടാക്കുന്ന ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബൾക്കായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ് നല്ലത്. എന്നിട്ട് ആവശ്യം പോലെ കോണ് റോൾ ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓർഗാനിക് ഹെന്ന കോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളൊരു DIY കിറ്റിലാക്കി സെയിലാക്കുന്നുണ്ട്. അപ്പോൾ ആ കിറ്റിൽ നമുക്ക് ഇതുപോലെ 15 പ്രീ കട്ട് സെല്ലോഫെയിൻ ഷീറ്റ്സ് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ കറക്റ്റ് 15 ഷീറ്റ് ഓരോ പീസിലും വരാൻ വേണ്ടിയിട്ട് ഞാൻ 15 ഷീറ്റ് ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച മെത്തേഡിൽ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. DIY കിറ്റിന് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാൻ എന്തായാലും സെല്ലോഫെയിൻ ഷീറ്റ്സ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അതും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 15 പ്രീ കട്ട് ഷീറ്റിൻ്റെ ഒരു സെറ്റ് നമ്മൾ റോൾ ചെയ്തിട്ട് കെട്ടി കൊടുത്തിട്ടാണ് DIY കിറ്റിൽ വെക്കുന്നത്. അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലത്തെ ഒരു വൂളൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ നൂല് മൾട്ടി കളേർഡാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു സെക്ഷൻ മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് 3 ആക്കി ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തായാലും ഇത്രയും ഷീറ്റ്സ് റോൾ ചെയ്യാൻ കുറേ അധികം പീസസ് വേണം. അപ്പോൾ ഞാൻ വേറൊരു കളറും കൂടി എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ സെറ്റ് എടുത്തിട്ട് റോൾ ചെയ്ത് തുടങ്ങാം. ഓരോ സെറ്റിലും 15 പ്രീ കട്ട് ഷീറ്റ്സ് ആണുള്ളത്. വളരെ ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയിലൊരു റോള് കിട്ടുന്നത്. റോൾ ചെയ്ത് അവസാനിക്കുന്ന ഭാഗം നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു പീസ് ത്രെഡ് കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇത് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത കാരണം എന്തായാലും ഊരി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കെട്ടും കൂടെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കി ഷീറ്റ്സും ഓരോന്നെടുത്ത് റോൾ ചെയ്തിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കോൺസ് ഉണ്ടാക്കിയിട്ട് സെയിലാക്കുന്ന ഒരാളാണെങ്കിൽ പല കളേഴ്സിലുള്ള സെല്ലോഫെയിൻ ഷീറ്റ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതാകുമ്പോൾ നമ്മൾ ഓരോ ഡിസൈനും അതുപോലെ ഓരോ പ്രിൻറ്റിലുള്ള കോൺസിൽ ഹെന്ന പേസ്റ്റ് നിറയ്ക്കുമ്പോൾ ഓരോ കോണിനും ഓരോ ലുക്കാണ് വരുന്നത്. ഇത് വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് നല്ലത്. ഞാനപ്പോൾ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇതിനായിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ പ്രീ കട്ട് ഷീറ്റ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റോൾ ചെയ്ത് ടൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെല്ലോഫെയിൻ ഷീറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ്സിലൂടെ എന്നെ അറിയിക്കുക. ഹെന്ന ക്ലാസ്സസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് വൈൻസും ടൈപ്സ് ഓഫ് ലീവ്സും ആയിട്ട് കാണാം.